ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാച്ചി കി കഹാനി എന്നൊരു കഥയെക്കുറിച്ചാണ്. ഈ കഥ ഹാച്ചി എന്ന അക്കിന ഇനത്തിൽപ്പെട്ട ഒരു നായയുടെ അതിശയകരമായ സ്നേഹത്തിന്റെയും അചഞ്ചലമായ കൂറിന്റെയും കഥയാണ്. 1923-ൽ പ്രൊഫസർ യൂനോ ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച് ഭാഗ്യം കെട്ടവൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു നായക്കുട്ടിയെ കണ്ടെത്തുകയും അവന് ഹാച്ചി എന്ന് പേരിടുകയും ചെയ്യുന്നു. പ്രൊഫസറുമായി അവൻ അഗാധമായൊരു ബന്ധം സ്ഥാപിച്ചു. എല്ലാ ദിവസവും രാവിലെ ഹാച്ചി പ്രൊഫസറെ ട്രെയിൻ കയറാൻ സ്റ്റേഷനിൽ കൊണ്ടുവിടുകയും വൈകുന്നേരം അദ്ദേഹം മടങ്ങിയെത്തുന്നതിന് മുൻപ് തന്നെ അവിടെ കാത്തിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ദിവസം പ്രൊഫസർ ഓഫീസിൽ വെച്ച് പെട്ടെന്ന് മരിച്ചു. പ്രൊഫസർ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അറിഞ്ഞിട്ടും ഏകദേശം 10 വർഷത്തോളം 9 വർഷവും 9 മാസവും ഹാച്ചി എല്ലാ ദിവസവും സ്റ്റേഷനു പുറത്ത് തന്റെ പ്രിയപ്പെട്ട യജമാനനു വേണ്ടി കാത്തിരുന്നു. തണുപ്പും മഴയും വെയിലും മഞ്ഞും അവന്റെ കാത്തിരിപ്പിനെ ഒട്ടും ബാധിച്ചില്ല. കാലം കടന്നുപോകുമ്പോൾ ഹാച്ചി വയസ്സനാവുകയും ഒടുവിൽ അതേ സ്ഥലത്ത് കാത്തിരിക്കുമ്പോൾ മരണം വരിക്കുകയും ചെയ്തു. അവന്റെ ഈ അസാധാരണമായ കൂറിന് ആദരസൂചകമായി അവന്റെ പ്രതിമ സ്റ്റേഷനു പുറത്ത് സ്ഥാപിച്ചു. ഇനി പാഠഭാഗത്തിന്റെ മലയാള പരിഭാഷ നോക്കാം. 1923-ൽ ജപ്പാനിലെ ടോക്കിയോ നഗരത്തിലെ തെരുവിലൂടെ നടക്കുമ്പോൾ പ്രൊഫസർ യൂനോയ്ക്ക് ഒരു അക്കിന ഇനത്തിൽപ്പെട്ട മനോഹരമായ നായക്കുട്ടിയെ കിട്ടി. കഴുത്തിൽ കെട്ടിയിരുന്ന ബെൽറ്റിൽ ഹാച്ചി എന്ന് ജാപ്പനീസ് ഭാഷയിൽ എഴുതിയിരുന്നു. ഹാച്ചി എന്നാൽ 8 എന്നാണ് അർത്ഥം. ജപ്പാൻകാർ ഇത് ഭാഗ്യമുള്ള സംഖ്യയായി കരുതുന്നു. എങ്കിലും കിട്ടിയ സമയത്ത് നായക്കുട്ടി വളരെ മോശം അവസ്ഥയിലായിരുന്നതിനാൽ അതിനെ ഭാഗ്യം കെട്ടവൻ എന്നും വിളിച്ചിരുന്നു. ഈ നായക്കുട്ടിയുടെ യഥാർത്ഥ ഉടമയെ താൻ കണ്ടുപിടിക്കുമെന്ന് പ്രൊഫസർ തീരുമാനിച്ചു. അതുവരെ അവനെ തന്നോടൊപ്പം നിർത്താനും അദ്ദേഹം തീരുമാനിച്ചു. ദിവസേനയുള്ള സഹവാസത്തിലൂടെ ഹാച്ചിക്കും പ്രൊഫസർക്കുമിടയിൽ ഒരു പ്രത്യേക അടുപ്പം ഉടലെടുത്തു. ഹാച്ചി പ്രൊഫസറെ തന്റെ യജമാനനായി സ്വീകരിച്ചു. പ്രൊഫസറുടെ ഭാര്യയ്ക്ക് ആദ്യം നായയെ ഇഷ്ടമായിരുന്നില്ലെങ്കിലും ഹാച്ചിയുടെ സ്നേഹവും സൗന്ദര്യവും കണ്ടപ്പോൾ അവരുടെ മനസ്സ് മാറി. ഹാച്ചിയും പ്രൊഫസറും തമ്മിലുള്ള സ്നേഹം ഒരു പതിവ് ദിനചര്യയായി മാറി. എല്ലാ ദിവസവും രാവിലെ ഹാച്ചി പ്രൊഫസറെ ട്രെയിൻ കയറാൻ സ്റ്റേഷനിൽ കൊണ്ടുവിടുകയും വൈകുന്നേരം അദ്ദേഹം മടങ്ങിവരുന്നതിനു മുൻപ് തന്നെ സ്റ്റേഷനു പുറത്ത് കാത്തിരിക്കുകയും ചെയ്യും. പ്രൊഫസർ ട്രെയിൻ ഇറങ്ങുമ്പോൾ ഇരുവരും ഒരുമിച്ചിരുന്ന് കളിക്കുകയും നടന്ന് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. എന്നാൽ ഒരു ദിവസം രാവിലെ ഹാച്ചി പ്രൊഫസറുടെ പിന്നാലെ ഓടി സ്റ്റേഷൻ വരെ എത്തി. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ട്രെയിൻ ഇറങ്ങി സ്റ്റേഷൻ ഗേറ്റിലൂടെ പുറത്തിറങ്ങിയപ്പോൾ ഹാച്ചി റോഡിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അന്ന് അവരൊരുമിച്ച് നടന്ന് വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് വൈകുന്നേരം ഹാച്ചി സ്റ്റേഷന് പുറത്ത് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ പ്രൊഫസർ വന്നില്ല. രാത്രി വൈകിയിട്ടും പ്രൊഫസർ എത്തിയില്ല. അന്ന് ഉച്ചയ്ക്ക് ഓഫീസിൽ വെച്ച് പ്രൊഫസർക്ക് പെട്ടെന്ന് അസുഖം വരികയും അദ്ദേഹം മരിക്കുകയും ചെയ്തിരുന്നു. അന്നുമുതൽ പ്രൊഫസർ ഒരിക്കലും തിരിച്ചുവന്നില്ല. എന്നാൽ ഹാച്ചിക്ക് ഈ കാര്യം എങ്ങനെ മനസ്സിലായി എന്നാർക്കും അറിയില്ല. പ്രൊഫസർ ട്രെയിനിറങ്ങി വരുമെന്ന് ഹാച്ചി വിശ്വസിച്ചു. പ്രൊഫസറുടെ ബന്ധുക്കൾ അവനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ പിറ്റേന്ന് രാവിലെ തന്നെ ഹാച്ചി തിരിച്ചു സ്റ്റേഷനിലെത്തി പഴയ സ്ഥലത്ത് കാത്തിരുന്നു. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ പ്രൊഫസറുടെ ഭാര്യ വീട് വിറ്റ് മറ്റൊരു നഗരത്തിലേക്ക് പോയി. അവർ ഹാച്ചിയെയും കൂടെ കൊണ്ടുപോയിരുന്നു. പക്ഷേ ഹാച്ചി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട സ്റ്റേഷനിൽ തിരിച്ചെത്തി. അവിടെയിരുന്ന് അവൻ ഇഷ്ടപ്പെട്ട യജമാനനു വേണ്ടി കാത്തിരുന്നു. സ്റ്റേഷനു ചുറ്റുമുള്ള ആളുകൾ ഹാച്ചിയെ തിരിച്ചറിയുകയും അവന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. പകൽ മുഴുവൻ അവൻ ട്രെയിൻ വരുന്നത് ശ്രദ്ധിച്ചിരിക്കും. ട്രെയിൻ വരുമ്പോൾ അവൻ ചാടിയെഴുന്നേറ്റ് പ്രൊഫസറെ നോക്കും. രാത്രിയാകുമ്പോൾ തല കുനിച്ചുറങ്ങും. 1 വർഷം, 2 വർഷം, 3 വർഷം, 9 വർഷവും 9 മാസവും അതേ സ്ഥലത്ത് പ്രൊഫസറെ കാത്ത് അവനിരുന്നു. തണുപ്പ്, ചൂട്, മഴ, മഞ്ഞ് ഇതൊന്നും ഹാച്ചിയെ ഒട്ടും ബാധിച്ചില്ല. കാലം മുന്നോട്ടുപോയി. ഹാച്ചി വയസ്സനായി. എന്നിട്ടും അവൻ കാത്തിരിക്കുന്നത് നിർത്തിയില്ല. 1935-ൽ മഞ്ഞ് പെയ്യുന്ന ഒരു ദിവസം അതേ സ്ഥലത്തിരിക്കുമ്പോൾ അവൻ മരണപ്പെട്ടു. അവന്റെ തുറന്ന കണ്ണുകളിൽ ഇപ്പോഴും കാത്തിരിപ്പുണ്ടായിരുന്നു. ഹാച്ചിയുടെ തുറന്ന കണ്ണുകളിൽ ഇപ്പോഴും കാത്തിരിപ്പുണ്ടായിരുന്നു. ഹാച്ചിയുടെ സ്മരണയ്ക്കായി സ്റ്റേഷനു പുറത്ത് അവന്റെ പ്രതിമ സ്ഥാപിച്ചു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.